അടുത്തതാണ് ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അതായത് ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ അല്ലെ. ഇസഡ് എന്നുള്ളത് ഇസഡിന്റെ ഉള്ളിലെ എക്സും വൈയും ഉള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എല്ലാ ക്വസ്റ്റിനും ഇസഡ് എന്ന് വിളിക്കുന്നത് എന്തായിരിക്കും? എക്സും വൈയും വരുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതന്നെ വേറൊരു രീതിയിൽ പറയാം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിലുണ്ടല്ലോ ഈ എക്സ് ഇല്ലേ, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. അപ്പൊ എക്സിന്റെ ഉള്ളിൽ എന്തുണ്ട്? എക്സിന്റെ ഉള്ളിൽ ടി ആണ് വരിക. അതുപോലെ വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. വൈയും എന്താണ്? ഫംഗ്ഷൻ ഓഫ് ടി ആണ്. ശ്രദ്ധിക്കുക, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. എക്സിന്റെ ഉള്ളിലും ടി ഉണ്ട്, വൈയുടെ ഉള്ളിലും ടി ഉണ്ട്. പക്ഷെ ഇസഡിന്റെ ഉള്ളില് എക്സും വൈയും മാത്രമേ ഉള്ളൂ. ശരിക്കും മനസ്സിലാക്കി പോകണം, കുറച്ച് കൺഫ്യൂഷൻ ആണ്. ഇസഡിന്റെ ഉള്ളില് എക്സും വൈയും ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ എക്സ് അവർ സെപ്പറേറ്റ് തരും. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്നും അതുപോലെ വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്നും തരും. അപ്പൊ നേരിട്ട് നോക്കുമ്പോൾ ഇസഡിന്റെ ഉള്ളിൽ ടി ഉണ്ടാകുമോ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇസഡ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ ടാൻ എക്സ് വൈ എന്ന് വന്നു. ഇസഡ് ഈക്വൽ ടു ടാൻ എക്സ് വൈ ആണ്. വേർ എക്സ് ഈക്വൽ ടു അവർ തന്നിട്ടുണ്ട് ടി സ്ക്വയർ, വൈ ഈക്വൽ ടു തന്നിട്ടുണ്ട് ടി ക്യൂബ്. ഇപ്പൊ ഞാൻ പറയുന്നു ഇസഡിന്റെ ഉള്ളിൽ എക്സും വൈയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാല് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ചോദിക്കുക? ഫൈൻഡ് ഡി സെഡ് ബൈ ഡി ടി എന്നായിരിക്കും ചോദിക്കുക. ഫൈൻഡ് എന്താണ്? ഡി സെഡ് ബൈ ഡി ടി എന്ന് ചോദിക്കും. അപ്പോൾ ഇതിൽ ടി ഉണ്ടോ? നേരിട്ട് നോക്കുമ്പോൾ ടി ഉണ്ടോ? ഇല്ല അല്ലെ, ഇതിൽ ടീനെ കാണുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 എന്ന് പറയും അല്ലെ. ഇതിൽ നേരിട്ട് നോക്കുമ്പോൾ അതിൽ ടി ഇല്ല, അതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾ ടി ഇതിൽ കാണുന്നില്ല, അതിന്റെ ഡെറിവേറ്റീവ് 0 എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ടി ഒളിച്ചിരിക്കുന്നുണ്ട് അല്ലെ. ടി അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്താണ്? ടാൻ എക്സിന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക? ടി സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ് എന്ന് വരില്ലേ. അപ്പൊ ടാൻ ടി റേസ് ടു 5 എന്നല്ലേ ഇത് വന്നത്. അപ്പോ നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് ടീനെ കാണാൻ പറ്റില്ല. പക്ഷെ ആ എക്സും വൈയും നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഫങ്ഷൻസ് വരികയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? ചെയിൻ റൂൾ. ചെയിൻ റൂൾ എന്ന് പറഞ്ഞ റൂൾ. ആ ഫോർമുല പഠിച്ചാൽ മതി. ആ ഫോർമുല വെച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. Z is a function of xy and x is a function of t and also y is a function of t. അങ്ങനെ വരുമ്പോൾ ആ ഫോർമുല പഠിക്കുക. dz by dt കാണാൻ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് ചോദിക്കും. ടോട്ടൽ ഡെറിവേറ്റീവ് കാണാൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഫോർമുല ഇതാണ്: ഡോ z by ഡോ x into dx by dt. എന്താണ് ഫോർമുല? ഡോ z by ഡോ x into dx by dt പ്ലസ് ഡോ z by ഡോ y into dy by dt. ഇതാണ് ടോട്ടൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല, ചെയിൻ റൂൾ എന്ന് വിളിക്കുന്ന ഫോർമുല. എന്താണ് ഫോർമുല? ബൈ ഹാർട്ട് ചെയ്യുക. dz by dt കാണാൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഫോർമുല? ഡോ z by ഡോ x into dx by dt പ്ലസ് ഡോ z by ഡോ y into dy by dt. ആ ഫോർമുല എഴുതിക്കുക. എഴുതിയോ? ആദ്യം ഇസഡിനെ ചെയ്യുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇതിപ്പോ ഇസഡില്ലെങ്കിൽ ഡി എഫ് ബൈ ഡി ടി എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ടി വൈ ബൈ ഡി ടി. ഇസഡ് എന്ന് കാണാനെ പറഞ്ഞ് ചിലപ്പോൾ എഫ് ആയിരിക്കും ചോദിക്കുക കേട്ടോ. ഓക്കെ.
എഫ് ചോദിച്ചാൽ അതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എക്സാമിനെ, മാറ്റോട്ടെ, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോഴുണ്ടല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വേരിയബിളിലെ ഡബ്ല്യു ഇക്വൽ ടു എന്നായിരിക്കും തരാം. അത് എഫ്, അതിൻ്റെ ഉള്ളിൽ എക്സും വൈയും ഇസഡും 3 വേരിയബിൾ ഉണ്ടാവും. നേരത്തെ നമ്മൾ 2 വേരിയബിൾ അല്ലേ പറഞ്ഞത്, എക്സും വൈ എന്നുള്ള വേരിയബിൾ അല്ലേ പറഞ്ഞത്. ചില ക്വസ്റ്റ്യനില് എക്സ് വൈയും ഇസഡും 3 വേരിയബിളും വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോദിക്കാം. അപ്പോഴും ഇതേപോലെ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ഓഫ് ടി, അവിടെ ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇസഡ് ഓഫ് ടി എന്ന് പറയും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ ഇസഡ് അല്ല ഫംഗ്ഷൻ, ഇസഡ് അല്ല ആള്, മെയിൻ ആളാരാണ്? ഇസഡ് അല്ല, മെയിൻ ആളാരാണ്? ഡബ്ല്യു ആണ്. മനസ്സിലായോ? അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക? ഡി ഡബ്ല്യു ബൈ ഡി ടി എന്നായിരിക്കും ചോദിക്കുക. മനസ്സിലായോ? ഡി ഡബ്ല്യു ബൈ ഡി ടി. അപ്പൊ എന്ത് ചെയ്യണം? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡബ്ല്യുവിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സിനെ ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡബ്ല്യുവിനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻറ്റു ഡി വൈ ബൈ ഡി ടി, പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ബൈ ഡി ടി. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വലിയ പ്രോബ്ലം ആണെങ്കിൽ 3 വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, വലിയ പ്രോബ്ലം ആണെങ്കിൽ അതിൽ 3 വേരിയബിൾ ഉണ്ടാകും. അപ്പോൾ 3 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ ആണോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആകും, പേടിക്കണ്ട. കൺഫ്യൂഷൻ ആണെങ്കിൽ പേടിക്കണ്ട, തൽക്കാലം എഴുതിയെടുക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നമ്മൾ ഓക്കെ ആവും. ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, നമ്മൾ ഓക്കെ, പേടിക്കണ്ട. മൊത്തത്തിൽ ടി ആയിരിക്കും, എക്സ് വൈ ഒന്നും ഉണ്ടാവില്ല. ടിയുടെ ടേമിലുള്ള ഇക്വേഷൻ ആയിരിക്കും ടി. ടി വേരിയബിൾ ടി ആണ്. ഇൻ ടേംസ് ഓഫ് ടിയിലായിരിക്കും ലാസ്റ്റ് ആൻസർ വരും കേട്ടോ. അതെനിക്ക് കൺഫ്യൂഷനായി. അത് ഞാനൊന്ന് നോക്കട്ടെ. അതെനിക്ക് കൺഫ്യൂഷനായി. അത് ചുമ്മാ അങ്ങനെ എഴുതേണ്ട വരും. അത് ഞാൻ നോക്കിയിട്ട് പക്ഷെ പറഞ്ഞുതരാം. അതിലെ എക്സും വൈ എന്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയേണ്ടി വരും തോന്നണം. മനസ്സിലായോ? അത് ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. അതായത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അവർ എക്സ് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, ആ ക്വസ്റ്റ്യനിൽ എക്സ് തന്നിട്ടില്ല. എക്സ് തരാത്തത് കൊണ്ട് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എഴുതണോ അതൊന്ന് ഞാൻ കൺഫേം ചെയ്തിട്ട് പറഞ്ഞുതരാം ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കൂടുതലാവണ്ട, കുറച്ച് ഇതാവണ്ട, കൺഫ്യൂഷൻ ആവണ്ട. ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചെയ്യണേ. ക്വസ്റ്റ്യൻ എഴുതാം. സപ്പോസ് ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ. സപ്പോസ് ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ കോമ എക്സ് ഈക്വൽ ടു ടി, എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ കോമ വൈ ഈക്വൽ ടു ടി ക്യൂബ്. ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ആണ്, കോമ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ വൈ ഈക്വൽ ടു ടി ക്യൂബ് തന്നിട്ടുണ്ട്. യൂസിങ് ചെയിൻ റൂൾ ഫൈൻഡ്, അങ്ങനെയൊന്നും അവർ പറയാറില്ല, ഫൈൻഡ് ഡി ഇസഡ് ബൈ ഡി ടി. ഇതാണ് ചോദിച്ചത്. ഫൈൻഡ് ഡി ഇസഡ് ബൈ ഡി ടി. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം എക്സ് ഈക്വൽ ടു എടുത്ത് എഴുതുക. എക്സിന്റെ വാല്യൂ എത്രയാണ്? ടി സ്ക്വയർ ആണ്. വൈ ഈക്വൽ ടു എത്രയാണ്? ടി ക്യൂബ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഡി എക്സ് ബൈ ഡി ടി എന്ന് കണ്ടുവെച്ചു. ഈക്വൽ ടു എത്രയാണ്? 2t. അതുപോലെ ഡി വൈ ബൈ ഡി ടിയും കണ്ടുവെക്കുക. അത് എത്രയാണ്? 3t സ്ക്വയർ. അപ്പൊ നമ്മൾ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ എഴുതിയിട്ട് ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഡി എക്സ് ബൈ ഡി ടി കാണാം, അതിന്റെ വാല്യൂ എത്രയാണ്? 2t. ദെൻ ഡി വൈ ബൈ ഡി ടി കാണാം, അതിന്റെ വാല്യൂ 3t സ്ക്വയർ. ഓക്കെ ആണോ? ഡി എക്സ് ബൈ ഡി ടി കാണുന്നു, ഡി വൈ ബൈ ഡി ടിയും കാണുന്നു. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഡി എക്സ് ബൈ ഡി ടിയും പിന്നെ ഡി വൈ ബൈ ഡി ടിയും കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇനി ഫോർമുലയിലേക്ക് കൊടുക്കുകയാണ്. എന്താണ് ഫോർമുല? ഡി വേണമെങ്കിൽ ഡോ സെറ്റ് ബൈ ഡോ എക്സും ഡോ സെറ്റ് ബൈ ഡോ വൈ കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അതുകൂടി ചെയ്യട്ടെ.
പെട്ടെന്ന് ചെയ്യാം. ഇസഡ് ഈക്വൽ എടുത്ത് എഴുതാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് കാണാം. വിത്ത് റെസ്പെക്ട് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം 2x. ഡോ ഇസഡ് ബൈ ഡോ വൈ കാണാം. വിത്ത് റെസ്പെക്ട് വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എക്സ് സ്ക്വയർ ഇൻറ്റു 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ ചെയ്യേണ്ടത് ഇസഡ് ഈക്വൽ ടു എഴുതിയിട്ട് അതിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മനസ്സിലായോ? സ്പീഡ് കൂടിയോ? എന്നിട്ട് പറയണോ? ആദ്യം ഇസഡ് ഈക്വൽ ടു എടുത്ത് എഴുതാം. ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ. അതിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ സെഡ് ബൈ ഡോ എക്സ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 2x ഇൻറ്റു വൈ. അതിനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ സെഡ് ബൈ ഡോ വൈ. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ. അത് രണ്ടും ഓക്കേക്ക് വെച്ചു. ഓക്കേക്ക് വെച്ചു. എന്നിട്ട് ഇതെടുത്ത് എഴുതാം. എക്സ് ഈക്വൽ ടി സ്ക്വയർ ഡി എക്സ് ബൈ ഡി ടി, വൈ ഈക്വൽ ടി ക്യൂബ് ഡി വൈ ബൈ ഡി ടി. ഇനി ഡി ഇസഡ് ബൈ ഡി ടിയുടെ ഫോർമുല എഴുതി വെച്ചാൽ മതി. കാര്യം കഴിഞ്ഞു. എന്താ ഫോർമുല? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഓരോന്നെടുത്ത് പ്രോഡക്റ്റ് എടുത്താൽ മതി. ഡോ സെഡ് ബൈ ഡോ എക്സിന്റെ വാല്യൂ 2xy. 2xy ഇൻറ്റു 2t പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈയുടെ വാല്യൂ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഇൻറ്റു 3t സ്ക്വയർ. ഇതുവരെ ഓക്കെയാണോ? കാര്യം മനസ്സിലായോ? 4 സാധനങ്ങളും കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 സാധനങ്ങളും കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെയാണോ? കഴിഞ്ഞിട്ടില്ലാത്ത പ്രോബ്ലം. ഇതൊന്ന് മൊത്തത്തിൽ ടിയുടെ ടൈമിലോട്ട് മാറ്റണേ. അപ്പൊ അതിനുള്ള ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന് പകരം വാല്യൂ കൊടുക്കുക ടി സ്ക്വയർ, വൈക്ക് പകരം വാല്യൂ കൊടുക്കുക ടി ക്യൂബ് ഇൻറ്റു 2t പ്ലസ് എക്സ് സ്ക്വയറിന് പകരം ടി സ്ക്വയറിന്റെ സ്ക്വയർ ഇൻറ്റു 3t സ്ക്വയർ. അത് നീറ്റായിട്ട് എഴുതുമ്പോൾ 2 ഇൻറ്റു 2 4 t സ്ക്വയർ t raised to 5 t raised to 6 പ്ലസ് 3 t raised to 4 ഇൻറ്റു t സ്ക്വയർ ഈക്വൽ ടു 4t. കാറ്റ് പോയാ? മനസ്സിലായില്ല? ശ്രദ്ധിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടി എടുത്ത് എഴുതാം. ഈക്വൽ ടു നമുക്കിപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. 2xy ഇൻറ്റു 2t പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 3t സ്ക്വയർ. ഇതുവരെ കിട്ടി എല്ലാവർക്കും? അതുവരെ ഓക്കെ ആണോ? ഓക്കെ. അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടി സ്ക്വയർ ആണ്, വൈ ഈക്വൽ ടു ടി ക്യൂബ് ആണ് തന്നിട്ടുണ്ട് അല്ലേ? അത് രണ്ടും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാം ഇൻ ടേംസ് ഓഫ് ടിയിലോട്ട് മാറ്റണം. ക്വസ്റ്റ്യൻ തന്ന എക്സിന്റെ വാല്യൂ ടി സ്ക്വയറും വൈയുടെ വാല്യൂ ടി ക്യൂബും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ വരിക? 2 ഇൻറ്റു ടി സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ് ഇൻറ്റു 2t പ്ലസ് എക്സ് സ്ക്വയർ ആണ്, ടി സ്ക്വയറിന്റെ സ്ക്വയർ ഇൻറ്റു 3t സ്ക്വയർ. തന്ന വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതും സിംപ്ലിഫൈ ആണ്. ഈക്വൽ ടു 2 ഇൻറ്റു 4 ആണ് അല്ലെ? 4 ഇൻറ്റു നോക്കുക, ഈ ടിയുടെ ടൈം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റേസ് ടു കൂട്ടല്ലേ ചെയ്യാം. ടി റേസ് ടു 2 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് ടി റേസ് ടു 4 ഇൻറ്റു 3t സ്ക്വയർ. അപ്പൊ എന്താ വരിക? 4 ഇൻറ്റു ടി റേസ് ടു 6 പ്ലസ് അവിടെ റേസ് ടു കൂട്ടുമ്പോൾ 3 ഇൻറ്റു ടി റേസ് ടു 6. അങ്ങനെ രണ്ടും ഒരുപോലത്തെ ടൈം ആയതുകൊണ്ട് 7 ഇൻറ്റു ടി റേസ് ടു 6. ഇതാണ് ആൻസർ വന്നിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വല്ലതും ഉണ്ടോ നോക്കാം. ഒന്ന് ഇതിന്റെ പ്രോബ്ലം ആണ്.
ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വേറെ മോഡലുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ ഇതുവരെ പറഞ്ഞത്? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ 2017 ജൂലൈയിൽ ചോദിച്ചതാണ്. നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുക. അയ്യോ അത് മറ്റേ ഡെറിവേറ്റീവാ. ഇതിൽ തന്നെയാണ് കേട്ടോ. 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ, 5 മാർക്കിന് കേട്ടോ. 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യനും ഞാൻ ജസ്റ്റ് എഴുതാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ 2 എഴുതുന്നുണ്ട്. 2 നമുക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാലോ, കുഴപ്പമില്ല, അതുകൊണ്ട് എഴുതാണ്. ജൂലൈ 2017 ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് ഇതാണ്. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് the surface z equal to root of 3x plus 2y in the y direction at the point 4,2. സ്ലോപ്പിന്റെ ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദി പോയിന്റ് 4,2. അതിൽ ബി പാർട്ട് ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് w equal to x square plus y square with respect to t along the path x equal to at square comma y equal to 2at. അതിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞ സ്ലോപ്പിന്റെ പ്രോബ്ലം ആണ്. ഓർമ്മയുണ്ട്? നേരത്തെ സ്ലോപ്പിന്റെ പ്രോബ്ലം കാണാൻ പറഞ്ഞത് എന്ത് ചെയ്താൽ മതി? സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ കണ്ടുപിടിക്കുക. ഡോ എഫ് ബൈ ഡോ വൈ കാണാൻ ഞാൻ ചെയ്യിപ്പിച്ചപ്പോൾ ആദ്യം നിങ്ങൾ ഇത് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? w ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ഇത് പാത്ത് തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 8t സ്ക്വയറും വൈ ഈക്വൽ ടു 2at. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? w ഈക്വൽ ടു തന്നേക്കാണ്. w ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഡോ w ബൈ ഡോ എക്സ് കാണുന്നു, ആൻസർ 2x. ഡോ w ബൈ ഡോ വൈ കാണുന്നു, ആൻസർ 2y. അപ്പൊ ഇത്രയും ആദ്യം കണ്ടുപിടിച്ചേ. പിന്നെ എടുത്ത് എഴുതാണ്. പിന്നെ എന്താ തന്നേക്കണേ? എക്സ് ഈക്വൽ ടു at സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? dx ബൈ dt കാണണം. a ഇൻറ്റു ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t. മനസ്സിലായോ? നേരത്തെ ചെയ്ത പോലെ കേട്ടോ. അപ്പൊ ആൻസർ 2at. y ഈക്വൽ ടു 2at തന്നിട്ടുണ്ട്. അപ്പൊ dy ബൈ dt കാണണം. 2a ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. 2a. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്കിപ്പോ എന്താ ചെയ്തത്? തന്നിരിക്കുന്ന കാര്യങ്ങള് ആ ഫോർമുല എഴുതിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. നിങ്ങള് ഫോർമുല എഴുതിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ. ഓക്കെ, എന്താണ് ഫോർമുല വരിക? dw ബൈ dt ഈക്വൽ ടു ഫോർമുല എന്താ? ഡോ w ബൈ ഡോ എക്സ് ഇൻറ്റു dx ബൈ dt പ്ലസ് ഡോ w ബൈ ഡോ വൈ ഇൻറ്റു dy ബൈ dt. ഓക്കെ, ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിന്റെ ആൻസർ 2x ഇൻറ്റു ഇതിന്റെ ആൻസർ 2at. വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പ്ലസ് ഇതിന്റെ ആൻസർ 2y ഇൻറ്റു 2a. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 4 എണ്ണം കണ്ടുപിടിച്ചു, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആൻസർ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യണേ. ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന് വാല്യൂ കൊടുക്കണേ.
എക്സിന്റെ വാല്യൂ എത്രയാ? എക്സിന്റെ വാല്യൂ 80² ആണ് അല്ലേ. ഇവിടെ എന്ത് കൊടുക്കാം? 80² ഇൻറ്റു 280 പ്ലസ് 2 ഇൻറ്റു വൈയുടെ വാല്യൂ 280 എന്നാണ്, ഇൻറ്റു 2a. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത കാര്യം കഴിഞ്ഞു. 2 ഇൻറ്റു 2 4 a ഇൻറ്റു a സ്ക്വയർ t സ്ക്വയർ ഇൻറ്റു t ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8 a സ്ക്വയർ t. ഇതാണ് ആൻസർ കേട്ടോ. കിട്ടിയ എല്ലാവർക്കും? ആൻസർ കിട്ടിയോ? എന്താ ചെയ്യേണ്ടത്? ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, 80² ആണ്, അതവിടെ കൊടുത്തു. വൈയുടെ വാല്യൂ 280 ആണ്, അതവിടെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ചുമ്മാ പ്രോഡക്റ്റ് എടുത്തു. 2 ഇൻറ്റു 2 4 a ഇൻറ്റു a സ്ക്വയർ t സ്ക്വയർ ഇൻറ്റു t ക്യൂബ്. എവിടെയാണെങ്കിൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 a ഇൻറ്റു a സ്ക്വയർ t. കോമൺ എടുത്ത് പുറത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ ആണോ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഞാൻ എഴുതിയിരുന്നു, ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ കണ്ടതുകൊണ്ട് എടുത്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കാണ് ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി സർഫസ് അല്ലേ. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി സർഫസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് തന്നത്. എന്തായിരുന്നു ഫംഗ്ഷൻ? z ഈക്വൽ ടു റൂട്ട് 3x പ്ലസ് 2y. z ഈക്വൽ ടു റൂട്ട് 3x പ്ലസ് 2y ഇൻ ദ ഡയറക്ഷൻ ഓഫ് y എന്ന് പറഞ്ഞ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് y എന്ന് പറഞ്ഞാൽ സ്ലോപ്പിന്റെ ഫോർമുല എന്താണ്? സ്ലോപ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് y എന്ന് പറഞ്ഞാൽ ഡോ z ബൈ ഡോ y കണ്ടുപിടിക്കുക. അതിനെ വിത്ത് റെസ്പെക്ട് ടു y-ല് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇൻ ദ ഡയറക്ഷൻ ഓഫ് x എന്നാണെങ്കിലോ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് x എന്നാണെങ്കിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x-ല് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഡോ z ബൈ ഡോ y ആണ് കാണുന്നത്. അതിനു മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുല ഉണ്ടാവുന്ന ഞാൻ എഴുതിയിരുന്നതാ. വാട്ട് ഈസ് d ബൈ dx? റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ് അല്ലേ. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ് അല്ലേ. അപ്പൊ റൂട്ട് 3x പ്ലസ് 2y ഡെറിവേറ്റീവ് എന്താ? റൂട്ട് 3x പ്ലസ് 2y ഡെറിവേറ്റീവ് ഡോ z ബൈ ഡോ y എടുക്കുക. 1/2 റൂട്ട് 3x പ്ലസ് 2y എന്ന് പറയണം. മനസ്സിലായോ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പൊ റൂട്ട് 3x പ്ലസ് 2y ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് 3x പ്ലസ് 2y. കഴിഞ്ഞിട്ടില്ല. ഇതിനെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്നാണ് വിളിക്കുക. ഇതിനെന്താ വിളിക്കുക? ഇതിനെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്നാണ് വിളിക്കുക. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം റൂട്ടിന്റെ ആ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം ഇൻറ്റു എന്ത് എഴുതണം? ഇൻറ്റു ഡോ ബൈ ഡോ വൈ. ഇവിടെ ഡോ ഇല്ലേ? ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാർ. ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാരനെ, റൂട്ടിനുള്ളിലുള്ള ആൾക്കാരനെ ഒരിക്കൽ കൂടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. അപ്പൊ എന്താണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ? ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷനെ ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് അതിൻ്റെ ഉള്ളിലുള്ള ആളിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഉള്ളിലുള്ള ആൾക്കാർ. അപ്പൊ അതിന് എഴുതാണ് ഈക്വൽ ടു 1/2 റൂട്ട് 3x പ്ലസ് 2y എന്ന് എഴുതി കഴിഞ്ഞു കേട്ടോ. ഇൻറ്റു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y-ല് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? എക്സിന്റെ ഡെറിവേറ്റീവ് 0, y-യുടെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു 1. ആ 2ഉം ഫ്രണ്ടിലത്തെ 2ഉം വെട്ടിപ്പോയി. ബാക്കി വരുന്നത് 1/റൂട്ട് 3x പ്ലസ് 2y. ഇത്രയുള്ള ആൻസർ 1/2 റൂട്ട് 3x പ്ലസ് 2y. അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അറ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4,2. ആ 4,2 ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുവരെ എഴുതാം. കാര്യം മനസ്സിലായോ? ഇതുവരെ പറഞ്ഞത് 1/2 റൂട്ട് എഴുതി അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തു കേട്ടോ. അത് വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻ അപ്പോൾ ചെയ്യിപ്പിക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെയോ? അറ്റ് 4,2 കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇപ്പൊ കിട്ടിയ ആൻസറിൽ 4,2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താണ്? 1/റൂട്ട് എക്സിന് പകരം 4, വൈക്ക് പകരം 2 കേട്ടോ. 3 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 2
1/√12 plus 4, 1/√16, 1/4, 1/4 ആണ് ആൻസർ കേട്ടോ. അപ്പോൾ സ്ലോപ്പ് എത്രയാണ്? 1/4 ആണ് കേട്ടോ. ചോദിച്ച ക്വസ്റ്റൻ ആയതുകൊണ്ട് എടുത്തതാണ്. ഓക്കെ, ആ ചെയിൻ റൂൾ പഠിപ്പിച്ചപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്നൊരു ക്വസ്റ്റൻ ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ചെയിൻ റൂൾ അല്ല, ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞില്ലേ, ഇത് വന്നപ്പോൾ ഓർമ്മയിൽ വന്നൊരു ക്വസ്റ്റൻ ആണ്. എഴുതുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മുടെ ഈ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഓർമ്മയിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. ബേസിക്കലി പഠിപ്പിക്കേണ്ടതാണ്, ബേസിക് ക്വസ്റ്റൻ ആണ്. ഇഫ് യു ഈക്വൽ ടു, ക്വസ്റ്റൻ എഴുതാ, യു ഈക്വൽ ടു ലോഗ് ബ്രാക്കറ്റില് tan x പ്ലസ്, വലുതാണ് എങ്കിലും ഞെട്ടണ്ട, tan y പ്ലസ് tan z. യു ഈക്വൽ ടു തന്നിട്ടുണ്ട് ലോഗ് tan x പ്ലസ് tan y പ്ലസ് tan z. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? പ്രൂവ് ദാറ്റ് sin 2x into dou u by dou x plus sin 2y into dou u by dou y plus sin 2z into dou u by dou z equal to 2.